Hello friends, it's me Vijitha. Welcome back to my YouTube channel Vijitha's Vibrant Visions. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്റ്റഡി ടിപ്സ്, ഒരു 6 എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി ടിപ്സ് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ കുറേ പേര് കുട്ടികൾ വന്നിട്ട് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓരോരോ സബ്ജക്റ്റുകൾ എങ്ങനെയാണ് പഠിക്കുക ചേച്ചി, എങ്ങനെയാണ് പഠിക്കുക എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ എല്ലാം കൂടി എന്നാൽ പിന്നെ ഓരോരോന്നിനും ഇങ്ങനെ റിപ്ലൈ കൊടുത്തതാവുന്നതിലും പകരം ഒരു വീഡിയോ ചെയ്യാമല്ലോ. അപ്പോൾ എല്ലാ സബ്ജക്റ്റും ഞാൻ എങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും, പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മോഡൽ എക്സാമിൻ്റെ പേപ്പേഴ്സ് കാണിക്കുമെന്ന്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ മോഡൽ എക്സാമിൻ്റെ പേപ്പേഴ്സും കാണിച്ചിട്ട് ഒന്നിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ ഞാൻ എടുക്കുന്നത് മലയാളമാണ്. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാളം വളരെ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, എത്ര എഴുതിയിട്ടും ഒരു മാർക്കിൽ കൂടുതലായിട്ട് മലയാളം എത്തുന്നില്ല എന്ന്. അതിന് തന്നെ ഞാൻ പറയട്ടെ, ഞാൻ മലയാളം സെക്കൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ സാൻസ്ക്രിറ്റ് ആയിരുന്നു. സോ മലയാളം സെക്കൻഡ് പഠിച്ചത് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഥകളൊക്കെ നമ്മൾ നന്നായിട്ട് വായിക്കുക. കഥകളൊക്കെ വായിച്ച ശേഷം നമ്മൾ ആ കാര്യങ്ങളൊക്കെ കഥയായിട്ട് തന്നെ മനസ്സിൽ ഇത് ഒരുപാട് ബൈഹാർട്ട് പഠിക്കുകയും ചെയ്യരുത്. മലയാളം ഒന്നും നമ്മൾ ഒരിക്കലും ബൈഹാർട്ട് പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ നന്നായിട്ട് കഥ വായിക്കുക. പിന്നെ ടീച്ചേഴ്സ് എഴുതി തരുമല്ലോ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നന്നായിട്ട് വായിക്കുക. നമ്മളുടേതായിട്ടുള്ള അഭിപ്രായത്തിൽ ഉത്തരങ്ങൾ എഴുതാനായിരിക്കും ചിലപ്പം മലയാളത്തിലൊക്കെ ഉണ്ടാവുക, അല്ലാതെ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ളത് ഉണ്ടാവും. അത് ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം എഴുതാൻ കിട്ടും. പിന്നെ നമ്മുടെ അഭിപ്രായത്തിൽ എഴുതാൻ വരുന്നത് നമ്മൾ നമ്മുടെ അഭിപ്രായം കൂടി അതിൽ ചേർത്ത് എഴുതാം. മലയാളം ഒന്നും ഒരിക്കലും ആരും ബൈഹാർട്ട് പഠിച്ചിട്ട് എക്സാമിന് പോകണ്ട. നമ്മളത് വായിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ലാംഗ്വേജിൽ എഴുതുകയാണ് വേണ്ടത്. പിന്നെ മലയാളത്തിൽ നമ്മൾ എഴുതുമ്പോൾ സ്പീഡ് നല്ലോണം നോക്കണം. എസ്പെഷ്യലി മലയാളം 1 ഉള്ളവരാണെന്നുണ്ടെങ്കിൽ സ്പീഡ് നന്നായി നോക്കുക, സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം ആ ടൈമിൻ്റെ ഉള്ളിൽ. പിന്നെ SC ഒക്കെ എഴുതുന്ന സമയത്ത് അറിയുന്ന ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരം എഴുതുക എന്നുള്ളതാണ് കാര്യം. പിന്നെ നിങ്ങൾക്ക് സമയം ഒരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അവസാനത്തെ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് ആദ്യം എടുത്ത് എഴുതിയിട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ മാർക്ക് കിട്ടും, നല്ല മാർക്ക് തന്നെ കിട്ടും, കുഴപ്പമൊന്നുമില്ല. മലയാളം അധികം എനിക്ക് ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നില്ല. മലയാളം വായിച്ച് പഠിക്കുക തന്നെയാണ് ചെയ്യുക. ഒരിക്കലും മലയാളം ആരും ബൈഹാർട്ടൊന്നും പഠിച്ചിട്ട് പോരുത്, മനസ്സിലാക്കുക. നമുക്ക് നമ്മളുടെ ഓൺവേർഡ്സിൽ എഴുതുക. മലയാളം എനിക്ക് മോഡൽ എക്സാമിന് 39 മാർക്കായിരുന്നു ഉണ്ടായിരുന്നത് 40-ൽ. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകളൊക്കെ മോഡൽ എക്സാമിന് എന്നെ ടീച്ചർ തിരുത്തി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പേപ്പർ പ്രസൻറ്റേഷനും ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പബ്ലിക് എക്സാമിന് ഇങ്ങനെ വരുന്ന ആദ്യത്തെ ഷീറ്റ് ഉണ്ടാവുമല്ലോ, ഈ ആദ്യത്തെ ഷീറ്റിൽ നമുക്ക് അവിടെ നിന്ന് ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻ തരും. നമ്മളുടെ നമ്പർ അക്കത്തിലും അക്ഷരത്തിലും ആയിട്ട് ഇവിടെ എഴുതണം. നമ്മളുടെ ഹാൾ ടിക്കറ്റിലുള്ള നമ്മളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടാവുമല്ലോ, അത് ഇവിടെ എഴുതണം. പിന്നെ അടുത്ത പേജിൽ ഇവിടെ കുറേ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെ മുതലാണ് നമ്മൾ എഴുതി തുടങ്ങുക. ഏതാണ്ട് ഇത്ര വലുപ്പം, ഈ ഒരു A4 ഷീറ്റിൻ്റെ വലുപ്പം തന്നെ ഉണ്ടാവില്ല നമ്മുടെ പബ്ലിക് എക്സാമിൻ്റെ പേപ്പർ. ഈ വരയിട്ട പേപ്പറൊക്കെ കഴിഞ്ഞ കൊല്ലം കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു മാറ്റം വന്നിട്ട്. പക്ഷേ എനിക്കൊക്കെ ഫുള്ള് വരയിടാത്ത പേപ്പർ തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് മുന്നത്തെ പോലെ. അപ്പോൾ ഇതുപോലത്തെ പേപ്പർ ആയിരിക്കും ഉണ്ടാവുക. അപ്പം കുഞ്ഞു കുഞ്ഞു പേപ്പർ ആയിരിക്കും, നമ്മൾ എഴുതി വേഗം തീരും. അത്യാവശ്യം വലിയ അക്ഷരത്തിൽ എഴുതാൻ നോക്കുക, ഒരുപാട് കുഞ്ഞിതാക്കി എഴുതരുത്. നമുക്ക് എഴുതുമ്പോൾ കുറച്ച് ഉണ്ടെന്ന് തോന്നും വേണമല്ലോ. അപ്പോൾ അത്യാവശ്യം വലിയ വലിയ അക്ഷരത്തിൽ കുറച്ച് സ്പേസ് ഒക്കെ വിട്ട് എഴുതാൻ നോക്കുക മലയാളം. പിന്നെ ഓരോ ക്വസ്റ്റ്യൻ ആൻസർ കഴിയുമ്പോഴും മലയാളം എന്ന് മാത്രമല്ല, ഏതൊരു സബ്ജക്റ്റ് നമ്മൾ എക്സാം എഴുതുമ്പോഴായാലും ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്പർ ഇട്ടിട്ട് ആൻസർ എഴുതുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അടുത്ത ആൻസർ എഴുതുക, അതുപോലെ ഒരു ലൈൻ വരയ്ക്കുക. അതേപോലെ എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെ ചെയ്യണത്. എൻ്റെ ആൻസർ ഷീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാനം വരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ഡിവൈഡ് ചെയ്ത് കാണണം. അതായത് എല്ലാം കൂടി നമ്മൾ അങ്ങോട്ട് എഴുതുമ്പം ഈ കാക്കക്കൂട്ടി കല്ലിട്ട പോലെ അങ്ങനെ ഭയങ്കര ഇതായിട്ട് തോന്നരുതല്ലോ. അപ്പോൾ നമ്മളുടെ വൃത്തിയായിട്ട് ആൻസർ എഴുതുക. ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പീഡിൻ്റെ ഇടയിൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലാവുക. എല്ലാവർക്കും ഈ അച്ചടി പോലെ വളരെ ഭംഗിയിൽ എഴുതാൻ കഴിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ലല്ലോ. അപ്പോൾ നമ്മളുടെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഒരുപാട് ചിന്തിച്ച് ബോധറാവൊന്നും വേണ്ട. നമുക്ക് പറ്റുന്നത് പോലെ നമ്മൾ എഴുതുക. അതിൻ്റെ ഒപ്പം തന്നെ ഇതുപോലെ ഇടയിൽ വരയൊക്കെ ഇട്ടിട്ട് വൃത്തിയായിട്ട് എഴുതാൻ വേണ്ടി ട്രൈ ചെയ്യുക. മലയാളത്തിൽ പിന്നെ പ്രത്യേകിച്ച് ടിപ്സ് എന്ന് പറയാൻ അത്രയ്ക്കൊന്നുമില്ല, നമ്മൾ നന്നായിട്ട് വായിച്ച് പഠിക്കുക തന്നെയാണ്. പിന്നെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് എനിക്ക് മോഡൽ എക്സാമിൻ്റെ മാർക്ക് 67 മാർക്കാണ് മോഡൽ എക്സാമിന് ഉണ്ടായിരുന്നത്. ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും സമ്മറി പഠിച്ചു വെക്കുക. അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇംഗ്ലീഷിന് വേണ്ടത് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും സമ്മറി എന്തായാലും പഠിച്ചു വെക്കണം. എല്ലാ പോയത്തിൻ്റെയും അപ്രിസിയേഷൻ പഠിച്ചു വെക്കണം. പിന്നെ നമ്മളുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, ലെറ്റർ, കോൺവെർസേഷൻ, അങ്ങനെ ഇങ്ങനെ ഓരോന്ന് എഴുതാനുള്ള ഫോർമാറ്റുകൾ ഉണ്ടാവുമല്ലോ. ആ ഫോർമാറ്റുകൾ, നോട്ടീസിൻ്റെ ഫോർമാറ്റ്, പ്രൊഫൈൽ, അതിൻ്റെ ഒക്കെ ഫോർമാറ്റ് നമ്മൾ നന്നായിട്ട് പഠിച്ച് റെഡിയാക്കി വയ്ക്കുക. പിന്നെ ഗ്രാമറിൻ്റെ ഭാഗത്തേക്ക് ഞാൻ നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ PYQ ചെയ്ത് തന്നെ പഠിക്കുക. റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ടാവും, എഡിറ്റിംഗ് ഉണ്ടാവും, ഫേഴ്സൽ വെർബ് ഉണ്ടാവും. ആ ഫേഴ്സൽ വെർബ് ഒക്കെ ഒരു 10-30 നമുക്ക്
ബൈ ഹാർട്ട് പഠിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡി ആവാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ഫേഴ്സൽ വെർബൊക്കെ അങ്ങനെ പഠിച്ച് വെക്കുക. പിന്നെ ബാക്കിയുള്ള റിപ്പോർട്ട് സ്പീച്ച് പോലത്തെ എഡിറ്റിങ് ഇതൊക്കെ PYQ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റാവും. അപ്പം ഇംഗ്ലീഷിൽ അതൊക്കെയാണ്. ഇംഗ്ലീഷിൽ നമുക്ക് ഓർഡറിൽ തന്നെ എഴുതി വരാവുന്നതേ ഉള്ളൂ. പിന്നെ ടൈം അഡ്ജസ്റ്റ് ചെയ്യണം, ഈ പറഞ്ഞ പോലെ ടൈം അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഡിവൈഡ് ചെയ്തിട്ട് എഴുതണം, ഞാൻ പറഞ്ഞ പോലെ. പിന്നെ അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിന്ദിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര്. അപ്പോൾ ഹിന്ദിക്ക് എനിക്ക് 39 മാർക്സാണ് മോഡൽ എക്സാമിന് ഉണ്ടായിരുന്നത്. ഹിന്ദി നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിന്ദി നമ്മൾക്ക് ആദ്യം കഥ മനസ്സിലായിരിക്കണം. കഥ മനസ്സിലാക്കിയിട്ട് നമ്മൾ ടീച്ചേഴ്സ് എഴുതി തരുന്ന ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പഠിച്ചു വെക്കുക. ഹിന്ദിയിൽ ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ക്വസ്റ്റ്യൻസ് എക്സാം പേപ്പറിൽ അങ്ങനെ കാണും. അപ്പോൾ ഹിന്ദി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലത്തെ ക്വസ്റ്റ്യൻ ആ ആൻസേഴ്സ് പഠിച്ചു വെച്ച് കഴിഞ്ഞാലും യൂസ്ഫുൾ ആണ്. പിന്നെ നമ്മൾ ടിപ്പണി, പോയത്തിൻ്റെ 2-3 പോയം ഉണ്ടാവും. ആ പോയത്തിൻ്റെ ടിപ്പണി എല്ലാത്തിൻ്റെയും ടിപ്പണി പഠിച്ചു വെക്കുക. ഏതെങ്കിലും ഒന്നിൻ്റെ ടിപ്പണി എന്തായാലും ചോദിക്കും. അപ്പോൾ എല്ലാം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ടിപ്പണിയുടെ കാര്യമൊക്കെ ആയി അവിടെ മാർക്ക് വീഴും. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ഇത്തിരി കോൺവേർഡ്സിൽ എഴുതാൻ ട്രൈ ചെയ്യുക. ഹിന്ദി ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ടീച്ചേഴ്സ് എഴുതി തരുന്നത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വേറെ രീതിയിലായിട്ടായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുക. എന്നാലും ആ ആൻസർ വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഇത്തിരി മാറ്റങ്ങൾ വരുത്തി നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ ഹിന്ദിയൊക്കെ. അപ്പം നമ്മളുടെ നോട്ടിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം അത് യൂസ്ഫുള്ളൊക്കെ തന്നെയായിരിക്കും. പിന്നെ വരുന്നത് സോഷ്യൽ സയൻസ് ആണ്. സോഷ്യൽ സയൻസ് നോക്കുമ്പോൾ എനിക്ക് മോഡൽ എക്സാമിന് മാർക്ക് ഉണ്ടായിരുന്നത് 73 മാർക്കായിരുന്നു. 80-ൽ 73 മാർക്കാണ് ഉണ്ടായിരുന്നത്. സോഷ്യൽ സയൻസ് ചില ആൾക്കാർക്കൊക്കെ പഠിക്കാൻ ഭയങ്കര മടിയായിരിക്കും, ചില ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആയിരിക്കും. സോഷ്യൽ പഠിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കംപ്ലീറ്റ്ലി ഒരു സ്റ്റോറി ആയിട്ട് കൺസിഡർ ചെയ്യുക. ആ സ്റ്റോറിയുടെ ഓരോ ഇവൻറ്റ്സും നമ്മൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് ഇങ്ങനെ ഓർത്ത് വെക്കുക. അങ്ങനെ നമ്മൾ അത് പഠിക്കേണ്ടതായിട്ടുള്ള രീതിയിലൂടെ പഠിക്കുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റാണ് സോഷ്യൽ എന്ന് പറയുന്നതൊക്കെ. നമ്മളൊരു കഥ പോലെ അത് ഓർത്ത് വെച്ചിട്ട് മെയിൻ പോയിന്റ്സ് നമ്മൾ കീ നോട്ട്സ് ആയിട്ട് എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ റിവൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ആ പോയിന്റ്സ് മാത്രം വായിച്ചിട്ട് റിവൈസ് ചെയ്യുക. അപ്പോഴേക്കും ആ പോയിന്റ്സ് വായിക്കുമ്പോൾ തന്നെ ഈ കഥ മുഴുവൻ നിങ്ങൾക്ക് ഓർമ്മ വരും. അത് പിന്നെ നമ്മുടേതായ ലാംഗ്വേജിൽ എഴുതുക. എത്രയാണ് സോഷ്യൽ സയൻസിന് ഉള്ളത്? ഇതേപോലെ ഡിവൈഡ് ചെയ്തിട്ട് വേണം എല്ലാം എഴുതാൻ. അതുപോലെ മാപ്പ് മാർക്കിങ് സോഷ്യൽ സയൻസിൽ നന്നായി പഠിച്ചു വെക്കുക. എല്ലാ തരത്തിലുള്ള മാപ്പും എവിടെ നിന്നൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് ഫുള്ളായിട്ട് നമുക്ക് ഇപ്പം യൂട്യൂബിൽ നോക്കുകയാണെങ്കിലും ഒക്കെ അതിനെക്കുറിച്ച് കുറേ വീഡിയോസ് ഒക്കെ ഉണ്ട്. മാർക്കിൻ്റെ ഒക്കെ മാത്രമായിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഒക്കെ നോക്കിയിട്ട് നമ്മൾ വരച്ച് ഒന്ന് പ്രാക്ടീസ് ആക്കി വെക്കണം മാപ്പ്. അല്ലാതെ ആദ്യം നമ്മൾ പരീക്ഷയ്ക്ക് പോയിട്ട് ഡയറക്റ്റ് വരയ്ക്കുമ്പോൾ മാപ്പ് ചിലപ്പോൾ തെറ്റിപ്പോവും. അപ്പോൾ വരച്ചൊക്കെ ഒന്ന് പ്രാക്ടീസ് ആക്കി വെക്കുക മാപ്പൊക്കെ. പിന്നെ അത്യാവശ്യം essay ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം നമ്മൾ 2 പേജൊക്കെ എഴുതണം. ഏകദേശം അത്യാവശ്യം എഴുതി കഴിഞ്ഞാൽ തന്നെ essay ക്വസ്റ്റ്യനൊക്കെ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. പിന്നെ അടുത്തത് ബയോളജി പഠിക്കാനുള്ള ഒരു അടിപൊളി സൂപ്പർ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ബയോളജി എനിക്ക് 38 മാർക്കാണ് ഉണ്ടായിരുന്നത് 40-ൽ മോഡൽ എക്സാമിന്. അപ്പോൾ ബയോളജി നമ്മൾ ഡയഗ്രാംസ് ഒക്കെ വരച്ച് പഠിക്കുക. വരച്ച് പഠിക്കുമ്പോൾ നമ്മൾ എൻ്റെ ഈ ചുമരിലായിരുന്നു കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നത്. ഡയഗ്രാം ഒക്കെ ഓരോന്നും ഞാൻ വരച്ചിട്ട് ഇങ്ങനെ ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ ചുമരിൽ ഒട്ടിച്ച് വയ്ക്കും. അതിങ്ങനെ ജസ്റ്റ് ചന്തത്തിനല്ല, നമ്മൾ കാണുമ്പോൾ അത് നോക്കണം. അത് കാണുമ്പോൾ നമ്മൾ ഫ്രീ ആയിരിക്കുമ്പോൾ നമ്മൾ വെറുതെ നോക്കിയിട്ട് വായിക്കുക. അപ്പം നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ അതൊക്കെ പതിയും. പിന്നെ നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ദീക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. അതിൻ്റെ പിക്ക് ഞാനിവിടെ കൊടുക്കാം. അത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാം. ദീക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട് നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ. ആ ഗവൺമെൻറ്റിൻ്റെ ആപ്പിൽ നമുക്ക് 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഉള്ള, അതായത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മളൊരു QR കോഡ് കണ്ടിട്ടുണ്ടാവില്ലേ, ഓരോ ടോപ്പിക്കിൻ്റെയും സൈഡ് ഭാഗത്തായിട്ട്. ആ QR കോഡൊക്കെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വീഡിയോസൊക്കെ ഈ ആപ്പിൽ ഓൾറെഡി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതായത് നമുക്ക് ഈ സ്റ്റഡി പർപ്പസിന് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസൊക്കെയും അതുപോലെ നോട്ട്സും ഒക്കെയുള്ള ഒരു ആപ്പാണത്. അപ്പോൾ ആ ആപ്പിലത്തെ വീഡിയോസ് കണ്ടിട്ടായിരുന്നു ഞാൻ എപ്പോഴും ബയോളജി പഠിക്കാറ്. നല്ല അടിപൊളിയാണ്. അതിൽ മലയാളം മീഡിയംകാർക്കാണെങ്കിൽ മലയാളത്തിൽ, ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ ആ വിഷ്വൽസ് ഇങ്ങനെ കാണിക്കും. അതിൻ്റെ ഒപ്പം പറയുകയും കൂടി ചെയ്യുമ്പം അത് നമ്മളൊരു 3-4 വട്ടം ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ ടോപ്പിക്ക് ഫുള്ള് ക്ലിയർ ആവും. അപ്പം ആ ആപ്പിൽ നിങ്ങൾ എന്തായാലും ബയോളജി എങ്കിലും എടുത്ത് ഒന്ന് വീഡിയോസ് കണ്ടു നോക്കണം. ഞാൻ എന്തായാലും ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ വരുന്നത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രി എനിക്കും വലിയ താല്പര്യം ഉള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നില്ല. എങ്കിലും നമ്മൾ 10ാം ക്ലാസ് വരെ എല്ലാം പഠിക്കണം എന്നാണല്ലോ.
അതുകൊണ്ട് കെമിസ്ട്രി പഠിക്കാന്ന് പറയുമ്പോൾ നമ്മൾ അതിലുള്ള നമ്മളുടെ എഴുതാനുള്ള കാര്യങ്ങളൊക്കെ വായിച്ചോ എഴുതിയോ എങ്ങനെയാ വെച്ചാൽ നിങ്ങൾക്ക് കംഫർട്ട് വെച്ചാൽ അങ്ങനെ പഠിക്കാം. ബാക്കിയുള്ള ഈ കെമിക്കൽ റിയാക്ഷൻസും അതിൻ്റെ ഒരു ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ എഴുതി തന്നെ പഠിക്കുക. എഴുതാതെ പറഞ്ഞ് പഠിച്ചിട്ട് ഓർത്ത് വെച്ച് പഠിച്ചിട്ടും ഒക്കെ തെറ്റിയ അനുഭവങ്ങൾ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് അത് എഴുതി തന്നെ പഠിക്കണം, അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ. പിന്നെ ആ ഗാൽവനിക് സെല്ലിൻ്റെ ആ പോർഷനൊക്കെ ചിലപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇതുവരെ തന്നതിൻ്റെ തലതിരിച്ചൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് തരിക. ഏതൊരു പരീക്ഷയ്ക്ക് എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഇതുവരെ ടെക്സ്റ്റ് ബുക്കിലും ക്വസ്റ്റ്യൻ പേപ്പറിലും ഒക്കെ തന്നത് ഈ സൈഡിൽ നിന്നുള്ളത് ആ സൈഡിലേക്ക് മാറ്റിയിട്ട് അങ്ങനെയൊക്കെ തരും. അപ്പം നമ്മൾ ജസ്റ്റ് ബൈ ഹാർട്ട് പഠിക്കാതെ ആ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ടും കൂടി വേണം പഠിക്കാൻ. കെമിസ്ട്രിക്ക് എനിക്ക് 40-ൽ 30 മാർക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. പിന്നെ പബ്ലിക് എക്സാം ആകുമ്പോഴേക്ക് പഠിച്ച് റെഡിയാക്കി എങ്ങനെയൊക്കെയോ തലകുത്തി നിന്നിട്ട്. പിന്നെ അടുത്തത് ഫിസിക്സ് നോക്കാം. ഫിസിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ എനിക്ക് 32 മാർക്കാണ് ഉണ്ടായിരുന്നത്. ഫിസിക്സ് നമ്മൾ ഈ പറയുന്ന പോലെ എന്താണ് ഓരോ ലോസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ആ ലോസ് ഒക്കെ നമ്മൾ ബൈ ഹാർട്ടായിട്ട് തന്നെ പഠിച്ചു വെക്കുക. പിന്നെ മോട്ടറിൻ്റെ കാര്യങ്ങൾ ഓരോന്നിൻ്റെയും കുറേ ഫീച്ചേഴ്സ് അങ്ങനെ കുറേ സംഭവങ്ങൾ പോയിന്റ്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ടാവും. അതൊക്കെ നമ്മൾ പഠിച്ചവിടെ മാറ്റി വെക്കുക. പിന്നീടാണ് വരുന്നത് ഈ റെസിസ്റ്റേഴ്സ് വെച്ചിട്ടും അങ്ങനെ ഇങ്ങനെയും കുറേ മാത്സ് വെച്ചിട്ടുള്ള പ്രോബ്ലം ഉണ്ടല്ലോ. ആ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പം വേണ്ട ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ബൈ ഹാർട്ടായിട്ട് തന്നെ പഠിച്ചു വെക്കണം. അതിൻ്റെ ഒപ്പം നമ്മൾ ആ ഇക്വേഷൻസ് മാത്രമൊക്കെ ഇങ്ങനെ ചാർട്ട് പോലെ എഴുതിയിട്ട് നമുക്ക് ഒട്ടിച്ചൊക്കെ വെക്കാം ചുമരിൽ. അപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും കാണുമ്പം നമുക്ക് നല്ല ഓർമ്മ കിട്ടും. പിന്നെ ആ ഇക്വേഷൻസ് അങ്ങനെ എഴുതി വെച്ചാൽ മാത്രം പോരാ, ഇടയ്ക്കിടയ്ക്ക് ആ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ചെയ്ത് നോക്കാം. അതുപോലെ ഈ ഫിസിക്സ് കെമിസ്ട്രി ഇതിൽ ഏതിലൊക്കെ തന്നെയായാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഇത് മാത്രമേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ബാക്കിയുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ എവിടെ എടുത്ത് കാണും. ഇതേപോലെ ഇങ്ങനെ ഷോർട്ട് നോട്ട്സ് ആയിട്ട് ഞാൻ കീ നോട്ട്സ് മേക്ക് ചെയ്യാന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഷോർട്ട് ആയിട്ടുള്ള കീ നോട്ട്സ് മേക്ക് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു ചാപ്റ്റർ ആണ്, ഈ A4 ഷീറ്റിൻ്റെ ഒരൊറ്റ സൈഡേ ഉള്ളൂ, ഈ സൈഡിലും കൂടി ഇല്ല, ഒരു ചാപ്റ്റർ ഫുൾ ഉണ്ട്. ഇങ്ങനെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ എഴുതി വെക്കണേനെയാണ് ഷോർട്ട് ആയിട്ടുള്ള കീ നോട്ട്സ് മേക്ക് ചെയ്യുക. പിന്നെ നമുക്ക് എക്സാമിന് ഇത് മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് എല്ലാം ഓർമ്മ കിട്ടും. അതിൻ്റെ കൂടി ഈ പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് പഠിച്ചിട്ടും കൂടി ഉണ്ടാവണം, മാത്സ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. പിന്നെയാണ് അവസാനമായിട്ട് മാത്സ് പഠിക്കാൻ. മാത്സ് എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ തന്നെ, ആ ഒരു 60 റേഞ്ച് ആയിരുന്നു ക്രിസ്മസ് എക്സാം വരെ. മോഡൽ എക്സാം വന്നപ്പോഴേക്കും 55 മാർക്കായി. ഇത് ചെയ്ത് പഠിക്കാത്തതിൻ്റെ ഒരു കേടെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്സിൽ ഒന്നും നോക്കണ്ട, ഇക്വേഷൻസ് എല്ലാ പാഠത്തിലെത്തിയും അങ്ങോട്ട് വൃത്തിയായിട്ട് ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ഓരോ പാഠത്തിലെത്തിയും അങ്ങോട്ട് എഴുതുക. മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കുന്നത് എവിടെയാണോ അവിടെ ഒട്ടിച്ച് വെക്കാം. ഡെയിലി രാവിലെ തന്നെ അത് വായിച്ച് നോക്കും വേണം. രാവിലെ എണീക്കുന്നതോടെ മാത്സ് ടഫായിട്ടുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഡെയിലി രാവിലെ തന്നെ എണീറ്റതും നമ്മൾ ആ മാത്സിലത്തെ ഇക്വേഷൻ വായിച്ചുകൊണ്ട് ദിവസം കിട തുടങ്ങുക. പരീക്ഷ കഴിയുന്നത് വരെ, പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ, പരീക്ഷ കഴിയുന്നത് വരെ ആ ഇക്വേഷൻസ് ഒക്കെ ഡെയിലി ഒന്ന് നോക്കുക. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ ചെയ്താൽ മതി. ഓരോ പാഠത്തിലേക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്സിൽ ഒരു 5-6 തവണയൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്തായാലും പബ്ലിക് എക്സാമിന് ചെയ്യാൻ കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റഡി ടിപ്സ്. എനിക്കറിയാവുന്ന ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ്സ് ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ മോഡൽ എക്സാമിൻ്റെ മാർക്ക് ചോദിച്ചു, എല്ലാ പേപ്പറിൻ്റെയും മാർക്സ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി സ്റ്റഡി ടൈം ടേബിൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിന് അടുത്തൊരു വീഡിയോ ആയിട്ടിടാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.